Hi everyone, it's me CS Salam. Once again, welcome to my new video blog. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ഇന്നർ സർക്കിളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നിങ്ങളാദ്യം നിങ്ങളുടെ സറൗണ്ടിങ്സിലേക്ക്, നിങ്ങളുടെ സർക്കിളിലേക്ക്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇന്നർ സർക്കിളിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അവിടെ കണ്ടെത്താം. നിങ്ങൾ സക്സസ്ഫുൾ ആണോ? നിങ്ങൾ വലിയ തോതിൽ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടോ? നിങ്ങൾ വിജയിയാണോ? നിങ്ങൾ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ആളാണോ? അല്ലേ എന്നുള്ളത് നിങ്ങളുടെ ഇന്നർ സർക്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാം. നമ്മുടെ സറൗണ്ടിങ്സിലേക്ക്, നമ്മുടെ സർക്കിളിലേക്ക് നോക്കിയാൽ മതി. ഏത് തരത്തിലുള്ള കൂട്ടുകാരുമായിട്ടാണ് നമ്മൾ എപ്പോഴും സമയം ചെലവഴിക്കുന്നത്, ഏത് തരത്തിലുള്ള കൂട്ടുകാരാണ് നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ളത്, അവരാണ് നമ്മളും അവരും തമ്മിൽ ഒരിക്കലും തന്നെ വലിയ തോതിൽ വലിയ രീതിയിലുള്ള ജീവിതത്തിൻ്റെ പാറ്റേൺസിലും അല്ലെങ്കിൽ സക്സസ്സിലും വലിയ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ കേട്ടിട്ടില്ല ഒരു പഴഞ്ചൊല്ല്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, അല്ലെങ്കിൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളെല്ലാം നമ്മളോട് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. നല്ല സുഹൃത്തുക്കളെ നേടി എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നമുക്കൊരുപാട് സുഹൃത്തുക്കൾ ബൈ ഡിഫോൾട്ടായിട്ട് ഉണ്ടാകുന്നതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിലൂടെ, നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലൂടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിലൂടെ എല്ലാം നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായി വരുന്നുണ്ട്. നമുക്ക് അവരെ ആരും മാറ്റി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അവരോട് എൻ്റെ സുഹൃത്താവണ്ടെന്ന് പറയാനും പറ്റില്ല. അതൊക്കെ നമുക്കുണ്ടായി വരുന്നതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഏത് തരത്തിലുള്ള കൂട്ടുകാരുമായിട്ടാണ്? അത് വളരെ പ്രധാനമാണ്. നമ്മളെപ്പോഴും സമയം ചെലവഴിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരും നിങ്ങളും തമ്മിൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അവർ വിജയിച്ച ആളുകളാണ്, വലിയ വിജയങ്ങൾ നേടിയ, വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി, എപ്പോഴും ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്ന, എപ്പോഴും ഇമോഷണലായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണോ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, നിങ്ങളെപ്പോഴും സമയം ചെലവഴിക്കുന്ന കൂട്ടുകാർ? നിങ്ങളൊന്ന് നോക്കുക. ആണെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വളരെ ബ്രോക്കൺ ആയിട്ടുള്ള, ഫിനാൻഷ്യലി എപ്പോഴും പരാജയപ്പെട്ടു പോയ, പരാതികൾ എപ്പോഴും പറയുന്ന, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുന്ന ആളുകളുമായിട്ടാണോ? നിങ്ങളും ഏകദേശം ആ രൂപത്തിലുള്ള ആളായിരിക്കും. എനർജി ലെവൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. കാരണം ഒരേ എനർജി ലെവലുള്ള ആളുകളുമായിട്ടാണ് നമുക്കൊരു കംഫർട്ട് തോന്നുക. നിങ്ങൾ വലിയ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ വലിയ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഞാനൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ എങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന വിജയവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, നമ്മൾ ഏത് ലക്ഷ്യമാണോ പിന്തുടരുന്നത്, ആ ലക്ഷ്യം പിന്തുടരുകയോ ആ ലക്ഷ്യം നേടിയതോ ആയ ആളുകളെ, അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ നിങ്ങളുടെ ഇന്നർ സർക്കിളിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കണം. അത്തരമുള്ള ആളുകളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിന്, അതിലേക്ക് കൂടുതൽ എനർജിയോട് കൂടിയിട്ട് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുടെ ഡിഫോൾട്ടായിട്ട് നമുക്കുണ്ടായി വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മളുടെ ആഗ്രഹത്തോടൊപ്പം സഞ്ചരിക്കാൻ ഇമോഷണലി താല്പര്യമുള്ള ആളുകളായിരിക്കില്ല. അല്ലെങ്കിൽ അവരുടെ എനർജി ലെവലും നമ്മുടെ ആഗ്രഹത്തിൻ്റെ എനർജി ലെവലും എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് പങ്കുവെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. നിങ്ങൾ തീവ്രമായിട്ടുള്ള എൻ്റെ വലിയൊരു സ്വപ്നത്തെക്കുറിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ആ ഒരു ഇമോഷൻസ്, നിങ്ങളുടെ സ്വപ്നത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം, അവർ ഇമോഷണലി വളരെ ഡൗൺ ആയി, എനർജി ലെവൽ വളരെ നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരാളുകളാണെങ്കിൽ നിങ്ങൾ പരിഹാസം കൂടെ നേരിടേണ്ടി വരും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും, നമ്മൾ എപ്പോഴും സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ നിങ്ങളെ പരിഹസിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. നീയാണോ അത് നേടാൻ പോകുന്നത്? നിനക്കാണോ അത് നേടാൻ പറ്റുന്നത്? നിനക്കൊരിക്കലും അത് നേടാൻ പറ്റില്ല. നിന്നെപ്പോലെ, നിന്നെക്കാളും എത്രയോ വലിയ ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് അത് നടന്നിട്ടില്ല. പിന്നെയാണോ നീ? ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പരിഹാസങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളുടെ നിലവിലുള്ള സുഹൃത്തുക്കൾ വളരെ ഇമോഷണലി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസുള്ള ആളുകളാണെങ്കിൽ അത് നേരിടേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു സർക്കിളിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ എനർജിയുടെ ഏറ്റവും വലിയ ഭാഗം, പോസിറ്റീവ് എനർജിയുടെ ഏറ്റവും വലിയ ഭാഗം അത്തരത്തിലുള്ള റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ചെലവഴിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജിയുടെ ഏറ്റവും വലിയ സിംഹഭാഗം ഇമോഷണൽ ആയിട്ടുള്ള നിങ്ങൾക്കുള്ള എനർജി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ നമ്മൾ ഇമോഷണലി നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് സഹായിക്കുന്ന പോസിറ്റീവ് എനർജി വളരെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളെക്കാളും എനർജി ലെവൽ, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാളും എനർജി ലെവൽ കുറഞ്ഞ ആളുകളുമായിട്ടോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പറഞ്ഞാൽ
മനസ്സിലാകാത്ത ആളുകളുമായിട്ടോ പങ്കുവെക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പിന്തുണയോ സപ്പോർട്ടോ അത്തരമുള്ള ആളുകളിൽ നിന്ന് കിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തേടുന്ന ലക്ഷ്യം എന്താണോ അത് നേടാൻ സഹായിക്കുന്ന, അതിലേക്ക് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന, അത് ഓൾറെഡി അച്ചീവ് ചെയ്ത, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം നേടാൻ സഹായിക്കുന്ന, ഇമോഷണലി നിങ്ങൾക്ക് എനർജി സപ്പോർട്ട് തരാൻ കഴിയുന്ന ഒരു സർക്കിളും അതുമായി ബന്ധപ്പെട്ട ആളുകളെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് എപ്പോഴും ഒരു സർക്കിൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ, എപ്പോഴും അവരുമായിട്ട് ഇടപെടുന്നതിലൂടെ ഇമോഷണലായിട്ടുള്ള എനർജി റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വളരെ വലിയ തോതിൽ ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി മുഴുവനും നിങ്ങളുടെ സ്വപ്നം പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ഏറ്റവും വലിയ തോതിലുള്ള നിങ്ങളുടെ എനർജി, അവരുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും, അവർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ മനസ്സിലാകും. അത്തരത്തിലുള്ളൊരു ഇന്നർ സർക്കിൾ, നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ എനർജിയും ഒരേ പാറ്റേണിലുള്ള ആളുകളെ നിങ്ങൾക്കൊരു ഇന്നർ സർക്കിളായിട്ട് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജീവിത വിജയ ലക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ, നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള നിങ്ങളുടെ ഇന്നർ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആ ഇന്നർ സർക്കിൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാനും പരാജയത്തിലേക്ക് എത്തിക്കുവാനും ഒരുപോലെ സഹായിക്കുന്നതാണ്. വലിയ വിജയം നേടുന്നുവെങ്കിൽ, വലിയ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ അതേ സ്വപ്നങ്ങൾ പിന്തുടരുന്ന, അതേ സ്വപ്നങ്ങൾ നേടിയ ആളുകളുമായിട്ടുള്ള ഒരു ഇന്നർ സർക്കിൾ, നല്ലൊരു കൂട്ടുബന്ധം, ഒരു കൂട്ടുകാരെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ കഴിയുന്ന വലിയ ശക്തമായൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും, നിങ്ങൾക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഇന്നർ സർക്കിളിലൂടെ നിങ്ങൾക്ക് മറികടക്കാനും കഴിയും. അത്തരത്തിലുള്ള വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ. നല്ല ഇന്നർ സർക്കിൾ, നല്ല പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളെ നേടാൻ കഴിയട്ടെ എന്ന് എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ CSLM മൈൻഡ് കെയർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അംഗമാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ്, പോസിറ്റീവ് ഇന്നർ സർക്കിൾ രൂപപ്പെടുത്താനും അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിനൊക്കെ CSLM മൈൻഡ് കെയർ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ എന്നുള്ള ആശംസ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു.